ചെറുവാഞ്ചേരി തണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി 30ാം വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ തണൽ പരിസ്ഥിതി പുരസ്കാരം അഡ്വക്കേറ്റ് വിനോദ് പയ്യടക്ക് സമർപ്പിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണവും നഴ്സറിയിൽ പുതുതായി ആരംഭിച്ച പൊട്ടേറിയം ഉദ്ഘാടനവും കൂത്തുപറമ്പ് നിയോജകമണ്ഡലം നിയുക്ത MLA PK പ്രവീൺ നിർവഹിച്ചു. 30 വർഷം കൊണ്ട് ഔഷധ സസ്യത്തിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭം ഈ വലിയൊരു പദ്ധതിയിലേക്ക് വരുത്താൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ അധികം തൊഴിലാളികളും മറ്റു ജീവനക്കാരും ഇതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ കേരളത്തിൽ മാത്രമല്ല, കേരള സംസ്ഥാനത്തിന് പുറത്തും തണലുമായി ബന്ധപ്പെട്ട വ്യാപാര സമുച്ചയമുണ്ടാക്കാൻ ശ്രീ പന്നിയോടിന് സാധിച്ചിട്ടുണ്ട്. അതൊരു കാഴ്ചപ്പാടാണ്. ഒരാൾക്ക് ഒരു വ്യവസായം തുടങ്ങാൻ വേഗം സാധിക്കും, പക്ഷെ സ്വന്തമായ ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയൊരു പ്രയാസമായിരിക്കും. അത് മാറ്റിക്കൊണ്ടാണ് ഒരു 24 മണിക്കൂറുണ്ടെങ്കിൽ ഒരു 14 മണിക്കൂറും ഈ വ്യാപാര വ്യവസായത്തിനും മറ്റും വേണ്ടിയാണ് ശ്രീ പന്നിയോടൻ മൂപ്പരുടെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. നിയുക്ത MLA PK പ്രവീൺ അവർക്ക് നൽകുന്നത് സൈലന്റ് വാലി, ഭോപ്പാൽ, മാവൂർ, ഗ്വാളിയർ റയോൺസ് ഉൾപ്പെടെ പരിസ്ഥിതി സമരങ്ങളിൽ പങ്കാളിയായ വ്യക്തിയാണ് വിനോദ് പയ്യട. മേധാ പട്കർ, മാധവ് ഗാഡ്ഗിൽ എന്നിവർ നേതൃത്വം നൽകിയ സമരങ്ങളിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പ്രമുഖ പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകരായ TB രാജൻ, ഡോക്ടർ ഖലീൽ ചൊവ്വ, ഡോക്ടർ KP പ്രശാന്ത് എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. നഴ്സറിയിൽ പുതുതായി ആരംഭിച്ച പൊട്ടേറിയത്തിന്റെ ഉദ്ഘാടനവും PK പ്രവീൺ നിർവഹിച്ചു. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തതുൾപ്പെടെയുള്ള ചെടിച്ചട്ടികളുടെയും ബോൺസായി വൃക്ഷങ്ങളുടെയും വിപുലമായ ശേഖരമാണ് പൊട്ടേറിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ചടങ്ങിൽ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ അധ്യക്ഷനായി. മികച്ച പ്രവർത്തനം നടത്തുന്ന ചെറുവാഞ്ചേരി മേഖലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയും ജനകീയാസൂത്രണ സാരഥികളെയും ചടങ്ങിൽ ആദരിച്ചു. പന്നിയോടൻ ചന്ദ്രൻ, A പ്രദീപൻ, NV ഷിനിജ, OK അനുരാധ, K സുരേഷ് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.